ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? നമുക്കിന്ന് അമ്പലത്തിൽ പോണ ദിവസമാണ് കേട്ടോ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, പ്രാർത്ഥനയും കഴിഞ്ഞു. ഇനി അമ്പലത്തിലേക്കാണ്. നമ്മളപ്പോൾ ഫ്രൈഡേ മോർണിംഗിൽ അമ്പലത്തിൽ പോവുകയാണ്. രാവിലെ അമ്പലത്തിൽ പോണ ദിവസം ഞങ്ങളൊരു 6:30 ആകുമ്പോഴേട്ടാ ഇറങ്ങുന്നത്. അപ്പോൾ ഇതേ 6:30 സമയമാണ്. ഇന്നെന്താണാവോ അധികം വെളിച്ചം വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ തണുപ്പാവാൻ പോണതുകൊണ്ടായിരിക്കും. നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. വെയിലൊന്നും ഇല്ലാത്ത കാരണം നല്ല സുഖമുണ്ട് കേട്ടോ. അതെ, ഞങ്ങൾ അമ്പലത്തിലെത്തി. അങ്ങനെ നമ്മൾ ശിവക്ഷേത്രത്തിലെത്തി കേട്ടോ. പാർക്കിംഗ് ഒന്നുമില്ല. വെള്ളിയാഴ്ച ആയിരുന്നു, രാവിലെ നല്ല തിരക്കാണ്. വെള്ളിയാഴ്ച ദിവസം രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഒക്കെ നല്ല തിരക്കാട്ടോ. വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. പിന്നെ രാവിലെ വന്നപ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ. രാവിലെ വന്നാൽ വൈകുന്നേരം വന്നാൽ വേറൊരു ഫീലിങ്. രാവിലെ വരുമ്പോൾ അതുണ്ടോ കാറ്റൊക്കെ, നല്ല കാറ്റും, ഇന്നൊട്ടും വെയിലില്ലാത്ത കാരണം അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ അവിടെ നിന്ന് പോരാൻ തോന്നില്ല. ഞങ്ങൾ പിന്നെ ഇത് ഇവിടെ ആലും കിണറും ഒക്കെ ഉള്ള കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിൽക്കാൻ നമുക്കൊരു പ്രത്യേക സുഖമാണ്. അമ്പലത്തിൽ നിന്ന് പോരാൻ തോന്നാറില്ല കേട്ടോ. ഞങ്ങളവിടെ കുറേ നേരം പ്രാർത്ഥിച്ചാലും നമ്മളവിടെ സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കും. കുറച്ച് നേരം കൂടെ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇറങ്ങുള്ളൂ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇനി കൃഷ്ണക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. മത്ര വഴിയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ് മത്ര. അപ്പോൾ അതേ നമ്മൾ അമ്പലത്തിലെത്തി. ഈ സൈഡിൽ കാണുന്നത് പള്ളിയാണ് കേട്ടോ. അതിൻ്റെ അപ്പുറമായിട്ടാണ് അമ്പലം. അപ്പോൾ പള്ളിയിലേക്ക് പോകുന്നതും അമ്പലത്തിലേക്ക് പോകുന്നതും കാറുകളാണത്. നമ്മൾ ഇച്ചിരി സമയം അവിടെ കിടന്നിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റിയത്. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ശിവഭഗവാനെ കണ്ടതിന് ശേഷം എല്ലാവരും ഇവിടെയും കൂടെ വന്ന് കൃഷ്ണ ഭഗവാനെയും കൂടെ കണ്ടിട്ടാണ് കേട്ടോ പോകുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നമ്മളും തൊഴണം. അങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാവരും തന്നെ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ശിവക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി. അതേ ഇപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പള്ളിയിലൊക്കെ നല്ല തിരക്കാണ്. പള്ളി അമ്പലമൊക്കെ കൂടെ ഉള്ള കാരണം ഇന്ന് നല്ല തിരക്കാട്ടോ. കയറി വരെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടുത്തെ പോലെ തന്നെ ഇവിടെയും രാവിലെ നിറയെ ആളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അവിടെ ഓഡിറ്റോറിയം പോലെ ഉണ്ട്. അവിടെ മിക്കപ്പോഴും ഓരോ സ്വാമികൾ വന്നുള്ള ഓരോ പരിപാടികൾ അങ്ങനെ ഇഷ്ടം പോലെ നടക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അടച്ചിട്ടേക്കുമായിരുന്നു, പൂജയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തുറന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവിടെ ചെറിയ ഒരു സീറ്റ്സ് നമുക്ക് കിട്ടും കേട്ടോ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ വഴിപാട് പോലെ കിട്ടും. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ നല്ലൊരു മനസ്സുഖമാണ് കേട്ടോ. നമ്മൾ രണ്ടമ്പലത്തിലും പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഇന്ന് വിശേഷ ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ടമ്പലത്തിലും വിശേഷ പൂജകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കഴിക്കാൻ പോവാണ് കേട്ടോ. എവിടെയാണെന്ന് അറിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് കുട്ടികൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എവരിവൺ. ഓഗസ്റ്റ് 15 is today guys. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയുള്ള MRA റെസ്റ്റോറൻറ്റിലാട്ടോ കയറിയത്. അതെ, അതിൻ്റെ ഫ്രണ്ട് വഴിയാണിത്. എല്ലായിടത്തും നല്ല തിരക്കാണ് കേട്ടോ. അവിടെ ചെന്ന് ഓർഡർ ചെയ്തു. നമുക്ക് ഫുഡ് കിട്ടി. നല്ല ചൂട് അപ്പം, ചായ, പൊറോട്ട ഒക്കെയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടി. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കഴിക്കുകയും ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ. MRA എന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡ്. പിന്നെ ചായ, അടിപൊളി ചായ കേട്ടോ അവിടെ. പക്ഷെ നമുക്ക് ക്വാണ്ടിറ്റി കുറവായിരുന്നു. ചായയുടെ ആൾക്കാരാണ് ഞങ്ങൾ. വളരെ ചായ ഒന്നും വേണ്ടായിരുന്നു. 2 ചായ കുടിച്ചു. ചേട്ടൻ 2 ചായ കുടിച്ചു. പിന്നെ സ്പെഷ്യലായിട്ട് നമുക്ക് കിട്ടിയത് അവരുടെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. സെക്കൻഡ് ആനിവേഴ്സറി ആയിട്ട് 20% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. എല്ലാ സംഭവം. മാളും ഒരു ഡോണറ്റ് മേടിച്ചു, അതിന് വരെ കിട്ടിയിട്ടോ ഡിസ്കൗണ്ട്. മാളിൻ്റെ ഡോണറ്റ് എന്ത് തിന്നോ? ഒരു ഡോണറ്റ് മേടിച്ചു കേട്ടോ. പേടയും ഡോണറ്റ്, കുറേ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഫുഡാണ് അവിടുത്തെ. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക്. ഇന്ന് നമുക്ക് മാളുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിൽ പോകണം. മാളുവിൻ്റെ ഡോണറ്റ്
പിന്നെ കുറെ പേടെ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇല്ല, അത് മേടിച്ചില്ല. ശരിയാ, ചേട്ടൻ കുറെ പ്രാവശ്യം പറഞ്ഞു എന്നോട് മേടിച്ചോളാം. പക്ഷെ തടി കൂടി വരിക. അത് കാരണം ഇനി അതും മധുരം കൂടെ കഴിച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഇവിടെ ഒന്നും നിൽക്കില്ല. അത് കാരണം ഞാൻ മേടിച്ചില്ല കേട്ടോ. മേടിച്ചാൽ കഴിക്കും. മധുരത്തിൻ്റെ ആശക്തിയാണ് ഞാൻ. അപ്പം കണ്ടു കഴിഞ്ഞാൽ കൺട്രോൾ ഇട്ട് കഴിക്കും. അതുകൊണ്ട് മേടിച്ചില്ല കേട്ടോ. അപ്പം ഇനി നമ്മൾ വീട്ടിലേക്ക് തുറന്നില്ലേ. ഒരു ഡോണറ്റ് തുറക്കും എന്തൊരു സമയമാണ്. എനിക്കോ ഡോണറ്റിന് ഇത്രയും ബിൽഡപ്പോ. അതാണ് മാളുവിന്റെ ഡോണറ്റ്. അപ്പൊ നമ്മൾ ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പൊ നമ്മള് കഴിച്ചു ഹോട്ടലിന്റെ അടുത്ത് മസ്കറ്റ് ഓവാസിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. മെയിൻ ബ്രാഞ്ചോ ഹെഡ് ഓഫീസ്. ഇന്നത്തെ നമ്മുടെ ഫ്രൈഡേ സ്പെഷ്യൽ ഇന്ന് അമ്പലത്തിൽ പോകലായിരുന്നു. അതൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ